Hello, good morning. Good morning. Good morning. Good morning, Lila. Good morning, ma'am. കേൾക്കണ്ടോ ഞാൻ പറയുന്നത്? സൗണ്ട് ഉണ്ടോ? നന്നായിട്ട് നല്ല സൗണ്ട് ഉണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ സൗണ്ടിന്റെ സാധനം ഇങ്ങനെ ഓഫായി കിടക്കുന്ന പോലെ കാണണ്ടേ, അതുകൊണ്ടാ ചോദിച്ചാ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയേ ചാപ്റ്റർ 7 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇതാണ് പ്രിപ്പയറിംഗ് എ ഡിസാസ്റ്റർ പ്ലാൻ. അവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ആണോ? ഓക്കെ, യെസ്, ഇതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. 2-3 പോയിന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രിപ്പയറിംഗ് എ ഡിസാസ്റ്റർ പ്ലാൻ. ഒരു ഡിസാസ്റ്റർ പ്ലാനില് you can see there will be an influx of casualties to the hospital. ഹോസ്പിറ്റലിലേക്ക് ഒരു എന്താ പറയാ ഒഴുക്കായിരിക്കും. ഒരു ഇൻഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒഴുക്കാണ്. അതായത് അത്യാഹിതമായിട്ടുള്ള ഒരുപാട് പേഷ്യൻസിനെയും കൊണ്ട് ഒരു ഒഴുക്കായിരിക്കും ഹോസ്പിറ്റൽസിലേക്ക് വരിക. അപ്പൊ ആ ഹോസ്പിറ്റൽസിൽ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ചില എസെൻഷ്യൽസ് ആ ഡിസാസ്റ്റർ പ്ലാനിൽ വേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഡിസാസ്റ്റർ പ്ലാനിൽ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ പറഞ്ഞത് മെഡിക്കൽ സപ്ലൈസ്, ഡ്രഗ്സ് ആയിക്കോട്ടെ, ഡ്രസ്സിംഗ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, മറ്റ് സ്റ്റോർസ് ആൻഡ് കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് കൊടുക്കുന്ന മറ്റ് ഉപയോഗമായിട്ടുള്ള അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എസെൻഷ്യൽസ് ആയിട്ടുള്ള മരുന്നുകളും അല്ലെങ്കിൽ ഉപകരണങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് അത് കൊണ്ടുവരാനുള്ള സോഴ്സ് എവിടെ നിന്ന് അത് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഏത് രീതിക്ക് നമുക്ക് അതൊക്കെ പ്രിപ്പയർ ചെയ്യാം, അതിനുള്ള ഒരു കാര്യങ്ങൾ നേരത്തെ കുട്ടി മാനേജ് ചെയ്ത് വെച്ചോളണം. ആ നേരത്തല്ലാന്ന് ഓടേണ്ടത്. മനസ്സിലായോ? ഈ പറയുന്ന എവിടെ നിന്നായിരിക്കാം നമുക്കൊന്ന് സമീപിക്കാൻ പറ്റാം. ചിലപ്പോൾ നിയറസ്റ്റ് ഹോസ്പിറ്റൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിയറസ്റ്റ് മെഡിക്കൽ സ്റ്റോർ ആയിരിക്കാം. അപ്പൊ നമ്മളുടെ ഒരു ഹോസ്പിറ്റലിലുള്ള ഫാർമസി എന്ന് പറയുന്നത് ഏകദേശം ഇത്ര യൂണിറ്റ് ഓഫ് മെഡിസിൻസ്, ഓരോ ടൈപ്പ് ഓഫ് മെഡിസിൻസും ആയിരിക്കും. അവർക്കൊരു എന്താ പറയാ കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും അവരവിടത്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാം. ഫാർമസിയുടെ വലിപ്പവും മറ്റൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കൺസ്യൂമബിൾസ് ഓർ മെഡിസിൻസ് ആണ് അവർ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ ഇത്തരം ഇൻഫ്ലക്സ് വരുമ്പോ ഈ പറയുന്ന മെഡിസിൻസിനൊക്കെ കുറച്ച് ഡിമാൻഡ് കൂടും. എന്ന് വെച്ചാൽ അവിടെയുള്ള മെഡിസിൻസ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അവിടെ അതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണം. മാത്രമല്ല അവിടെ ഇൻപേഷ്യന്റ് ആയിട്ട് കിടക്കുന്ന അവരുടെ റെഗുലർ ആയിട്ടുള്ള പേഷ്യൻസും ഉണ്ടായിരിക്കും, അവർക്കും കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ചിലപ്പോൾ അന്നേരം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എവിടെ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളത് നേരത്തെ കൂട്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കണം. പിന്നെ പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഏത് പേഷ്യൻസിനെയാണ് നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുക, അതും നേരത്തെ കൂട്ടി നോക്കി വെക്കണം അല്ലെ. അതായത് ഇൻ കേസ് ഓഫ് സച്ച് ഡിസാസ്റ്റർ, ഇത്തരം ഡിസാസ്റ്ററിൽ ഇത്തരം ഇൻഫ്ലക്സ് ഓഫ് കാഷ്വാലിറ്റീസ് വരുമ്പോ നമുക്ക് ഇവിടെ നിലവിലുള്ള ഏതൊക്കെ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാം, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചില ആളുകളെ നിയോഗിക്കണം. നിലവിലുള്ള ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, എന്താ പറയാ രോഗിയുടെ 80% ഓഫ് അസുഖവും മാറി, അങ്ങനെയുള്ളവരൊക്കെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാം. അങ്ങനെ ഡിസ്ചാർജ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരം ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് പെട്ടെന്ന് എന്താ പറയാ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ അഡ്മിറ്റ് ചെയ്യാൻ സ്ഥലം കണ്ടെത്താൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെന്താണ് കൺവേർഷൻ ഓഫ് ഓൾ യൂസബിൾ സ്പേസ്. ഹോസ്പിറ്റൽസിന്റെ എല്ലാ ഉപയോഗിക്കാൻ പറ്റിയ സ്പേസുകളും ഒക്കെ നമുക്ക് ട്രയേജിന് വേണ്ടിയും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്യാനുള്ള സ്ഥലത്തിന് വേണ്ടിയും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഏരിയ ആക്കി മാറ്റുന്നത്. മനസ്സിലായോ? ഹോസ്പിറ്റൽസിൽ എവിടെയെങ്കിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന മുറികളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മുറികൾ ഒഴിഞ്ഞിട്ടില്ല എങ്കിൽ മറ്റേതെങ്കിലും സ്പേസ് നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളുണ്ടോ, അതൊക്കെ പെട്ടെന്ന് അറേഞ്ച്മെന്റ് നടത്തണം.
എന്തിന്? അപ്പൊ അതൊക്കെ ഓൾറെഡി ഓരോ ആളുകളിലും റെസ്പോൺസിബിൾ ആയിട്ട് കൊടുക്കണം. ഇതൊക്കെ നിങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിലും എനി ടൈം they have to be faced അല്ലെ, ഏത് രീതിയിലും അവർക്ക് ഇത്തരം ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി they have to be prepared, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. ആ ഒരുക്കത്തിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ ആൻഡ് ഓൾസോ എഫിഷ്യന്റ് സിസ്റ്റം ഓഫ് നോട്ടിഫൈങ് ആൻഡ് അസൈനിങ് പേഴ്സണൽ ടു സ്പെസിഫൈഡ് ടാസ്ക്, ഓരോരുത്തർക്കും സ്പെസിഫൈഡ് ആയിട്ട് ഓരോ ടാസ്കുകൾ കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു ആളെ, ഒരു പേഴ്സണൽ എന്ന് വെച്ചാൽ ഒരു ജോലിക്കാരനെ നിയുക്തമാക്കുക. ആ ആളാണ് പല ആളുകൾക്കും പല ജോലികളും അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇന്ന കാര്യം നീ ചെയ്യണം, അല്ലെ മെഡിസിൻസ് നീ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഒരു യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ്. ഈ യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവിടുത്തെ ഹോസ്പിറ്റൽസിന്റെ ജിയോഗ്രഫിക്കൽ, അതായത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ ആളുകളെ നിയോഗിക്കാനും മറ്റു ടാസ്കുകളൊക്കെ ഓരോരുത്തർക്ക് സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം. അതാണ് യൂണിഫൈഡ്. ഒരു കേന്ദ്രത്തിൽ നിന്ന് എല്ലാവരെയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കാം. ഒരാളായിരിക്കും, അല്ലെങ്കിൽ പല ആളുകളിലും കൊടുത്തു കഴിയുമ്പോൾ എന്താണ് കൂടുതൽ ഗുണത്തേക്കാളോ ദോഷമായിരിക്കും ഉണ്ടാകുക. മനസ്സിലായ? പല ആളുകൾക്കും നീ പറഞ്ഞിട്ടുണ്ടാവും, അവര് പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് പാടില്ല. ഒരു യൂണിഫൈഡ്, അതായത് ഒരു പ്രത്യേക സിസ്റ്റത്തിൽ നിന്ന് എല്ലാവർക്കും വേണ്ട ജോലികളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ആളാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലുള്ള ആളുകളാണ് അത്തരം കമാൻഡുകൾ നടത്തുക. എന്ത്, ഇന്ന ഏരിയ ഇന്നതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് അറേഞ്ച് ചെയ്തോളണം. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന ജോലി നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണൽസ് ജോലിക്കാരാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇതൊക്കെ അസൈൻ ചെയ്യാനുള്ള ഒരു യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് ഷുഡ് ബി ദർ. അതും ഡിസാസ്റ്റർ പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ആരായിരിക്കണം അത് കൊടുക്കേണ്ടത്, ആ കമാൻഡ് പുറപ്പെടുവിക്കേണ്ട ആളാരാണ്. ഓക്കെ, ക്ലിയർ ആയോ? യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? അത് അവിടെ തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത്. അടുത്തത് എന്താ? എ പ്രോബബിൾ സെൽഫ് സസ്റ്റൈനിങ് എബിലിറ്റി ഇൻ ദ ഏരിയ ഓഫ് ബേസിക് യൂട്ടിലിറ്റീസ്. ഹോസ്പിറ്റൽസിൽ ഇത്തരം ഇൻഫ്ലക്സ് ഓഫ് പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്. അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം ഹോസ്പിറ്റൽസിൽ നിന്ന്. മിനിമം ഫോർ 1 വീക്ക്, ഒരാഴ്ചത്തേക്കെങ്കിലും അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും ഹോസ്പിറ്റൽസ് ചെയ്യണം. എന്ന് വെച്ചാൽ ബേസിക് യൂട്ടിലിറ്റീസ് അറിയാലോ, അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങള് മനുഷ്യന്മാർക്ക് ഒരു എന്താ പറയാ വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ്, അതൊക്കെ അത്യാവശ്യമാണ്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നെസസിറ്റി ഓഫ് ഫുഡ്, ഒരു നേരമെങ്കിലും ഒരു ഫുഡ് അവർക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ. ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയാൽ മാത്രം പോരാ. അവര് ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഒരു വീട്ടിലെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്ററിൽ പെട്ടത് ഹോസ്പിറ്റൽസിലായിരിക്കും. അപ്പൊ there will be no one to provide such basic utilities. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വീട്ടില് ആരും തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഹോസ്പിറ്റൽസ് അതിനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം. 1 വീക്കിലേക്കുള്ള കാര്യങ്ങളെങ്കിലും അവര് സപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനുള്ള അറേഞ്ച്മെന്റ് ഹാവ് ടു ബി ഡൺ. അത് തീർച്ചയായിട്ടും അവര് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ ആയോ പോയിന്റ്? മനസ്സിലായോ? Okay, next one, establishment of centralized public information center with a designed spokesman. അതായത് ഈ പറയുന്ന ആളുകളെയൊക്കെ കൊണ്ടുവരുമ്പോ ചില ആളുകള് പല എന്താ പറയാ അന്വേഷണത്തിനായിട്ട് വരും. ചിലപ്പോൾ റിലേറ്റീവ്സ് ആയിരിക്കാം, ചിലപ്പോൾ ദൂരെയെന്നൊക്കെ. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഡിസാസ്റ്റർ ഉണ്ടായി അവിടെയുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകളും അല്ലെങ്കിൽ മരണത്തിലോ അല്ലെങ്കിൽ മരിക്കുന്നതിനോട് അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ദൂരെയുള്ള ഇവരുടെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ അറിഞ്ഞിട്ട് ഏറ്റവും വേണ്ടപ്പെട്ടവര് ചിലപ്പോ വരുമായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? തങ്ങളുടെ ഈ പ്രിയപ്പെട്ടവരൊക്കെ ഇതിനകത്ത് ഉണ്ടോ, പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ. They will be eager to know whether they have been also under this disaster. ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ആകാംക്ഷ അവർക്കുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരുപാട് പേര് ഹോസ്പിറ്റൽസിലേക്ക് വരും. To know whether there is any people who is related to us. ഞങ്ങൾക്കുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനകത്ത് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പൊ അതിനൊക്കെ മറുപടി നൽകാൻ ഒരു സ്പോക്സ്മാൻ, ഒരു വക്താവ്, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. മനസ്സിലായോ? അങ്ങനെ ഒരാള്. അല്ലെങ്കിൽ പോലീസ് ഇൻഫോർമേഷൻസുമായിട്ട് അല്ലെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് അവര് വേണമെങ്കിൽ വരാം.
ഓക്കെ, അപ്പൊ ഇതിനൊക്കെ കൃത്യമായി ഉത്തരം കൊടുക്കാനുള്ള ഒരു സ്പോർട്സ്മാൻ, അതിനുള്ള എസ്റ്റാബ്ലിഷ്മെന്റും ചെയ്തിരിക്കണം. അല്ലാണ്ട് അവിടെ ചോദിച്ച് ഇവിടെ ചോദിച്ച് ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിനേക്കാൾ ഉപരി തെറ്റായ ഇൻഫർമേഷൻസ് ആളുകളിലേക്ക് പാസ് ചെയ്ത് അത് വലിയ പാനിക് സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകും. അതിനേക്കാൾ ഉപരി എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും അറിയണോ, അവിടെയാ ചോദിക്കേണ്ടത്, അതാണ് അവിടെയാണ് സ്ഥലം. ഓക്കെ, അപ്പൊ അത് അങ്ങോട്ടേക്ക് ആളുകൾ പൊക്കോളും. സോ ദേ വിൽ ഗെറ്റ് ഓൺലി വൺ ആൻസർ. ആ ഒരാളിൽ നിന്ന് കൃത്യമായ ഉത്തരമായിരിക്കും അവർക്ക് കിട്ടുക. അതിന് പകരം അവിടെ ചോദിച്ചു അപ്പൊ വേറെ ഒരു മറുപടി പറഞ്ഞു, ഇപ്പുറത്ത് ചോദിച്ചു അവിടെ വേറെ മറുപടി പറഞ്ഞു, അതിനേക്കാൾ ഉപരി ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു കൃത്യമായ ഒരു പബ്ലിക് ഇൻഫർമേഷൻ സെന്റർ, ഒരു പൊതുവായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സെന്റർ, അതിനകത്തൊരു സ്പോക്സ്മാൻ, നല്ല ഡിസൈൻ ആയിട്ടുള്ള ഒരു സ്പോക്സ്മാനും ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തിരിക്കണം. ക്ലിയർ? മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, സെക്യൂരിറ്റി സിസ്റ്റം. ഇത് നമുക്കറിയാം, hospitals there will be a rush of vehicles and also relatives, family members, അല്ലെ, ഇതുപോലെയുള്ള ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഹോസ്പിറ്റൽസിലേക്ക് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുമ്പോ, അതായത് പേഷ്യൻസിനെ കൊണ്ടുവരികയാണ്, കാഷ്വാലിറ്റീസിനെ, അത്യാഹിത വിഭാഗത്തിൽ ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്നു. അറ്റ് ദ സെയിം ടൈം ഇതേ സമയത്ത് തന്നെ ഇതിന്റെ ഒപ്പം എന്താ പറയാ, വണ്ടിയും വാഹനവും അല്ലാതെ ഒക്കെ എടുത്തിട്ട് ആളുകള് ഒരു എന്താ പറയാ ഒരു ഒഴുക്കായിരിക്കും ഹോസ്പിറ്റൽസിലേക്ക്. ഇവരെയൊക്കെ ഹാവ് ടു ബി കൺട്രോൾഡ്. കൺട്രോൾ ചെയ്യണ്ടേ? ഹോസ്പിറ്റലിന്റെ ഗേറ്റ് മുഴുവൻ ഇങ്ങനെ ആളുകളെ കൊണ്ട്, ആളുകളുടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കാക്കി നിർത്തി കഴിഞ്ഞാൽ ഇനിയും പേഷ്യൻസിനെ അകത്തേക്ക് കടത്തണമെങ്കിൽ അവിടെയൊക്കെ എന്താ പറയാ വഴിയൊക്കെ ബ്ലോക്ക് ആക്കി വെച്ചാൽ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രോപ്പർ സെക്യൂരിറ്റി സിസ്റ്റം, അതിനുള്ള ഡ്യൂട്ടിയും അതും ഒക്കെ നേരത്തെ കൂടി അറേഞ്ച് ചെയ്ത് വെച്ചോണം. ടു മിനിമൈസ് ദ പ്രസൻസ് ഓഫ് അൺഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ്, ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ കൂടി കടന്നു പോകാതെയും പിന്നെ വെഹിക്കിൾസ് ഒക്കെ ആവശ്യമുള്ളവരില്ലാത്തവരൊക്കെ നേരം കിടന്ന് ഇങ്ങോട്ട് തള്ളി കയറും. അത് അങ്ങനെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, പിന്നെ റിസപ്ഷന് സഹായിക്കുക എന്ന് വെച്ചാൽ റിസപ്ഷൻ ഏരിയയില് ആളുകൾ ചോദ്യവും ഉത്തരവൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും സെക്യൂരിറ്റി സിസ്റ്റം പ്രോപ്പർ ആണെങ്കിൽ കൺട്രോൾ വരും. ഓക്കെ, ട്രയേജ് നടത്തുന്ന സ്ഥലത്ത്, ഒബ്സർവേഷൻ നടത്തുന്ന സ്ഥലത്ത്, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ട ഏരിയാസ്, ഇവിടെയൊക്കെ ഉന്തും തള്ളുമൊക്കെ കുറയ്ക്കാനായിട്ടുള്ള ഒരു നല്ല സെക്യൂരിറ്റി സിസ്റ്റം ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, മനസ്സിലായില്ലേ? ഈ പോയിന്റുകളെല്ലാം മനസ്സിലായോ? മനസ്സിലാക്കി വെക്കുക, എന്തൊക്കെയാണ് ഒരു ഡിസാസ്റ്റർ പ്ലാനില് വേണ്ട എസെൻഷ്യൽസ് എന്നാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളത് വായിച്ച് നോക്കി മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അത് നിങ്ങൾ അണ്ടർലൈൻ ഒന്നും ചെയ്യണം, 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയേക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ അറേഞ്ച്മെന്റുകൾ ചെയ്യണം. എന്നാലാണ് കൃത്യമായ രീതിയിൽ നമുക്ക് പേഷ്യൻസിനെ ഒക്കെ നന്നായി നോക്കാനും അവർക്ക് അവരുടെ എല്ലാവരുടെയും തന്നെ നമ്പർ ഓഫ് ഡെത്ത് കുറയ്ക്കാൻ, മരിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഒരു നല്ല ഡിസാസ്റ്റർ പ്ലാൻ ഷുഡ് ബി ദർ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ ആണ്. നമുക്ക് ഡിസാസ്റ്റർ അറേഞ്ച്മെന്റ് ആണ്. ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ എങ്ങനെയാണ് നമുക്കൊരു ഡിസാസ്റ്റർ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാം? When a disaster occur, അല്ലെ, ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായിട്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ ആളുകളിലേക്ക് പോകണം, ക്ലിയർ ആയിട്ട്. അതായത് എന്താണോ, ആരൊക്കെയാണോ ഓരോ ജോലികള്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ അധികാരം എന്തൊക്കെയാണോ, ഇതൊക്കെ കൃത്യമായിട്ട് സ്പെൽ ഔട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ, കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഏത് ഈ പേഴ്സണൽസ് ആണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആകട്ടെ, ഓരോരുത്തർക്കും വാട്ട് ഈസ് ദെയർ അതോറിറ്റി, വാട്ട് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി. ഓരോ ആളുകളുടെയും അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ അധികാരവും അവരുടെ അക്കൗണ്ടബിലിറ്റി മീൻസ് റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വ്യക്തമായിട്ട് സ്പെൽ ഔട്ട് ചെയ്യണം. എന്റെ ജോലി എന്താ പറയാ, മെഡിക്കൽ ഇതുപോലുള്ള ഇൻഫ്ലക്സ് ഓഫ് പേഷ്യൻസ് വരുമ്പോ, ഡിസാസ്റ്ററിൽ വരുമ്പോ മെഡിസിൻസ് ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് 1-2 പേഴ്സണൽസിന് കൊടുത്തിരിക്കുന്ന ജോലി. സോ ദേ ഹാവ് ടു ഡു ഓൺലി ദാറ്റ്. അവരാണ് അത് കൃത്യമായി ചെയ്യേണ്ടത്. ആ സമയത്ത് വേറൊരു ആളുകൾ വിളിച്ചു അങ്ങോട്ട് പോയി അവിടെ ഈ പറയുന്ന മെഡിസിൻ കിട്ടാതെ വരിക, അതിന് എന്താ പറയാ ഡിലേ വരിക, അങ്ങനെ വരുമ്പോ എല്ലാം കുഴഞ്ഞു മറിയും, അല്ലെ? അത് പാടില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കണമെങ്കിലും അവരുടെ റെസ്പോൺസിബിലിറ്റിയും അതനുസരിച്ചുള്ള അധികാരവും ഈച്ച് പേഴ്സണൽസിന് കൃത്യമായി സ്പെൽ ഔട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് എ സീനിയർ മെമ്പർ ഫ്രം ദ മെഡിക്കൽ സ്റ്റാഫ്, ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ സ്റ്റാഫിന്റെ ഏറ്റവും സീനിയർ മെമ്പർ. എന്തുകൊണ്ട് സീനിയർ മെമ്പറിനെ തെരഞ്ഞെടുക്കുന്നു? ബിക്കോസ് ഹി ഹാവ് ഹിസ് ഓർ ഹെർ ഓൺ എക്സ്പീരിയൻസ്, അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്റ്റാഫിനെ നമ്മൾ സെലക്ട് ചെയ്യും. എന്താ പറയാ, നേരത്തെ കൂട്ടി തീരുമാനിച്ചു വെക്കണം. ഷുഡ് ബി നോമിനേറ്റഡ്, ആളുടെ പേര്, ആളെന്തിനാ അങ്ങനെ സെലക്ട് ചെയ്യുന്ന, ഷുഡ് ബി നോമിനേറ്റഡ് ആസ് ചീഫ് ഡിസാസ്റ്റർ ഓപ്പറേഷൻസ്, അതായത് നമ്മുടെ ചീഫ് എന്താ പറയാ ഡിസാസ്റ്റർ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ മുഖ്യൻ.
ഏറ്റവും പ്രധാനപ്പെട്ട ആള് എന്നുള്ള പേരില് ഒരാളെ സീനിയർ മെമ്പർ ആയിരിക്കണം മെഡിക്കൽ സ്റ്റാഫിനെ സെലക്ട് ചെയ്യണം. മനസ്സിലായോ? ആൻഡ് ഓൾസോ ഇനി ആള് ഇഫ് ദർ ഈസ് ആബ്സെൻസ് ഓഫ് ദ ചീഫ്, ആ ചീഫിന് ചിലപ്പോ ഏതെങ്കിലും രീതിയിൽ വരാൻ പറ്റിയില്ല, ആ പർട്ടിക്കുലർ സമയത്ത് അവരവിടെ ഇല്ല, ഡിസാസ്റ്റർ പ്ലാനില് എന്താ പറയാ ഇയാൾ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്, പക്ഷെ മനുഷ്യനാണ്. ഇൻ കേസ് ആബ്സെൻസ് ഓഫ് ഈ ചീഫിന്റെ ആബ്സെൻസിൽ അഭാവത്തിൽ അങ്ങോട്ടെങ്ങാനും ഇല്ല എങ്കില് ഷുഡ് ബി എ ഡെപ്യൂട്ടി ചീഫ്. ഈ പറയുന്ന കാര്യം ചെയ്യാനായിട്ട് ഒരു ഡെപ്യൂട്ടി ചീഫിനെ ആൾക്ക് തന്നെ നിയമിക്കാവുന്നതാണ്. മനസ്സിലായോ? തന്റെ ജോലി ഞാനിപ്പോ ഇല്ലായെങ്കില് ഞാൻ ചെയ്യേണ്ട സ്ഥാനത്ത് ആ ജോലി നീ ചെയ്തോളണം എന്ന് പറയാം. ഡിസാസ്റ്ററിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ചീഫാണ് ഡിസാസ്റ്റർ ഓപ്പറേഷൻസ് ഒക്കെ കൃത്യമായി നടത്താനുള്ള ചീഫ്. ആളില്ലെങ്കിൽ തന്റെ അഭാവത്തില് ആർക്കത് ചെയ്യാം എന്ന് ആൾക്ക് കഴിയും. ഞാനില്ല, എന്റെ അഭാവത്തില് നീയാണ് അത് ചെയ്യാൻ പറ്റിയ ഒരാള് എന്ന് പറഞ്ഞ് ഞാൻ ആ ഡ്യൂട്ടി ഷുഡ് ബി അസൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. ക്ലിയർ ആയോ? മനസ്സിലായോ ആ സെന്റൻസ്? സെക്കൻഡ് പാരഗ്രാഫിലെ 2 സെന്റൻസ് മനസ്സിലായോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? സെക്കൻഡ് പാരഗ്രാഫിലെ 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇനി the plan should be put in writing. നമ്മൾ ഈ ഡിസാസ്റ്ററിലെ പ്ലാനുകളൊക്കെ എഴുതി എന്താ പറയാ തീരുമാനിക്കുമ്പോ പ്ലാൻ ഒക്കെ വെറുതെ ഇങ്ങനെ മനുഷ്യന്മാർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ചർച്ച ചെയ്തൊക്കെ തീരുമാനിച്ചു. പക്ഷെ ഈ തീരുമാനങ്ങളെല്ലാം എന്ത് ചെയ്യണം? should be in writing. എഴുതിയൊക്കെ വെക്കണം. പിന്നീട് ആൾക്കാർ അയ്യോ ഇതെന്റെ ഡ്യൂട്ടി ആയിരുന്നില്ല അത് ഇതെന്നൊക്കെ മാറ്റി പറയാൻ സാധ്യതയുണ്ട്. whatever it is written it will be there as an evidence. എഴുതി വെച്ചാൽ എന്താ പ്രശ്നം? അല്ല എന്താ പറയാ ബെനിഫിറ്റ് എന്താ നേട്ടം? അവിടെ നമുക്കൊരു പ്രൂഫ് ആയിട്ടുണ്ട്, ഇത് എന്റെ ഡ്യൂട്ടി ആയിരുന്നു. സോ വി കനോട്ട് ബ്ലെയിം എനി അതേഴ്സ്. മറ്റുള്ളവരെ നമുക്ക് കുറ്റം ചെയ്യാൻ പറ്റില്ല. ഇത് എന്റെ ഡ്യൂട്ടി ആയിരുന്നു, ഐ ഹാവ് ടു ഡു ഇറ്റ്. ഞാനാണത് ചെയ്യണ്ടേ. ഞാനത് ചെയ്തില്ല എങ്കിൽ അതെന്റെ ഉത്തരവാദിത്തക്കുറവുണ്ട്. ഡിസാസ്റ്റർ പ്ലാനിൽ ഓരോരുത്തർക്കും കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഒക്കെ കൃത്യമായിട്ട് സ്പെൽ ചെയ്ത് എഴുതി തന്നെ വെക്കണമെന്നാണ്. അല്ല ആരൊക്കെയാണ് ഉൾപ്പെട്ടെങ്കിൽ ഓരോരുത്തരുടെയും ഡ്യൂട്ടി. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു പ്രത്യേക ഫംഗ്ഷൻ നമ്മുടെ വീടുകളിൽ നടത്തുമ്പോ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോ നമ്മളുടെ മൈൻഡിൽ നിന്നൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതി വെക്കാം. വീടുകളിൽ അങ്ങനെ ചെയ്തില്ലെങ്കിലും വലിയ ഫംഗ്ഷനൊക്കെ നമുക്കറിയാം, നമ്മൾ പള്ളി അമ്പലമൊക്കെ ആയിട്ടൊക്കെ അടുത്തുള്ളവരൊക്കെ ആണല്ലോ. ഇല്ലെങ്കിൽ തന്നെ അവിടേക്ക് എന്തെങ്കിലും വലിയ ഉത്സവമോ അല്ലെങ്കിൽ പെരുന്നാളൊക്കെ നടക്കുമ്പോൾ ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പില് അല്ലെങ്കിൽ 2-3 ആളുകൾക്ക് ചേർന്നുള്ള ഗ്രൂപ്പ്സിന് എന്തെങ്കിലും ഡ്യൂട്ടീസ് അസൈൻ ചെയ്തിരുന്നു. സോ ആ അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടി അവർ അവിടെ എവിടെയെങ്കിലും എഴുതി വെക്കും. എന്തിനാ? അയ്യോ ഇതെന്റെ ഡ്യൂട്ടി ആയിരുന്നല്ലോ, ഇത് അവരെ ഏൽപ്പിച്ച അത് ഇതെന്നൊക്കെ പറഞ്ഞ് മാറ്റി പറയും. മനുഷ്യന്റെ അവസ്ഥയല്ലേ അല്ലെ? ചെയ്യാത്തത് ആവുമ്പോ എന്ത് ചെയ്യും? മാറ്റിയൊക്കെ പറയുക ഇത് ഞാനായിരുന്നില്ല അത് അവരായിരുന്നു ചെയ്യേണ്ടതൊക്കെ. അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് എഴുതി ആ പ്ലാനിൽ കൃത്യമായിട്ട് ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആരൊക്കെ ആ ഒരു ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ആയിരിക്കുന്നു ഇറ്റ് ഷുഡ് ബി റിട്ടൺ ആൻഡ് ഓൾസോ സ്പെൽ ഔട്ട്. കൃത്യമായിട്ട് സ്പെൽ ചെയ്ത് റിട്ടേൺ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ആൻഡ് ഓൾസോ അതിന്റെയൊക്കെ ഓരോ കോപ്പി ഓരോ ഡിപ്പാർട്ട്മെന്റിലും കൊടുത്തേക്കണം. ഏത് ഡിപ്പാർട്ട്മെന്റിലെ? ഹോസ്പിറ്റൽസിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സണൽ ജോലിക്കാരൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് ആ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇതിൽ കോപ്പി കൊടുത്തു വെച്ചേക്കണം. അവിടെ ഇരുന്നോട്ടെ, അവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം. അപ്പൊ ഡിസാസ്റ്റർ എങ്ങനെയെങ്കിലും ഉണ്ടായി ആളുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കോപ്പി എടുത്തിട്ട് നോക്കാം ഹു ഹാസ് പർട്ടിക്കുലർ ജോബ്, ഇവർക്ക് ആർക്കൊക്കെയാണ് എന്തൊക്കെ ജോലി അലോട്ട് ചെയ്ത് കൊടുത്തേക്കണേന്ന് അത് നോക്കി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ? ഇന്നിപ്പോ ഡിസാസ്റ്ററിന്റെ പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ച് നാളെ ഡിസാസ്റ്റർ ഉണ്ടാവണമെന്നില്ലല്ലോ. ചിലപ്പോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഡിസാസ്റ്റർ ചിലപ്പോ ഉണ്ടാകുക അല്ലെ? പക്ഷെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണ്ട? ഇതിന് വേണ്ടിയിട്ട് ഓടേണ്ട ആർക്കാണ് അതിനായിട്ട് ഡ്യൂട്ടീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കേണ്ട ആവശ്യമില്ല. സോ കോപ്പീസ് ഈ കോപ്പി നോക്കി ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ആരാണ് അതിന് വേണ്ടി പോകേണ്ടതെന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. Then assignment of the responsibilities should be fixed. നല്ല കൃത്യമായ രീതിയിൽ ഫിക്സഡ് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൃത്യമായ രീതിയിലായിരിക്കണം റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നത് കൊടുക്കേണ്ടത്. ഫിക്സഡ് ആയിരിക്കണം എന്നുവെച്ചാൽ സ്ഥിരമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മാറ്റി മാറ്റി കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി whatever or whenever the day may be, even if it is a holiday. നമുക്കറിയാൻ പറ്റില്ല ഡിസാസ്റ്റർ ഉണ്ടായത് ഏതെങ്കിലും ഒരു പബ്ലിക് ഹോളിഡേ ആണ്, അപ്പൊ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ആളില്ല, ആ ഡിപ്പാർട്ട്മെന്റിലെ ഹോളിഡേ ആയതുകൊണ്ട് ഇന്ന് ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആൾ വേണ്ട, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും വരാൻ പാടില്ല. ഇപ്പോൾ ഹോളിഡേ ആണെങ്കിലും പ്ലാൻ കൃത്യമായ രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഹോളിഡേ ഒന്നും പറ്റില്ല. കാരണം വെച്ചാൽ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഇന്ന് അവധിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തുകയാണോ ചെയ്യാം?
പാടില്ല. അത് ഈവൻ ഹോളിഡേ ആണെങ്കിലും ആ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ഓരോരുത്തരും ചെയ്യണം. അത് ആക്ടിവേറ്റ് ചെയ്യാൻ ഹോസ്പിറ്റൽ ഒന്നടങ്കം ഉത്തരവാദിത്തം. സോ റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ഗിവൺ ടു ഡെഫിനിറ്റ് പേഴ്സൺസ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ആളുകളിലേക്ക് ആ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അതിനകത്തില്ലേ, ദ പ്ലാൻ മേ ഹാവ് ടു ബി ആക്ടിവേറ്റഡ് ഈവൻ ഓൺ എ ഹോളിഡേ. ഏത് പ്ലാൻ? ഡിസാസ്റ്റർ പ്ലാൻ ആണ് കേട്ടോ. ആ സെന്റൻസ് ദ ഡിസാസ്റ്റർ പ്ലാൻ മേ ഹാവ് ടു ബി ആക്ടിവേറ്റഡ് ഈവൻ ഓൺ എ ഹോളിഡേ. വെറുതെ പ്ലാൻ എന്നല്ല, ഡിസാസ്റ്റർ പ്ലാൻ എന്ന് തന്നെ ചേർക്കണം. എന്ന് വെച്ചാൽ അവിടെ സെന്റൻസിനൊക്കെ അത് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ദ പ്ലാൻ ഷുഡ് ബി ആക്ടിവേറ്റഡ് ഈവൻ ഓൺ എ ഡാഷ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്ലാൻ ആണോ എന്ന് ആലോചിച്ചിരിക്കേണ്ട. ഡിസാസ്റ്റർ പ്ലാനിനെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. ഡിസാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് നടപ്പിലാക്കേണ്ടത് ഹോളിഡേ ആണെങ്കിൽ പോലും ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നിയുക്തമായിരിക്കുന്ന പേഴ്സണൽസ്, ജോലിക്കാര് അവര് കൃത്യമായിട്ട് അവരവരുടെ ജോലി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഓരോ കോപ്പീസ് അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ജോലി അനുസരിച്ച് ഓരോ കോപ്പി അവിടെ കൊടുത്തിരിക്കുക. So let's see who are the responsible personnel to provide the following services. ഈ പറയുന്ന താഴെ പറയുന്ന സേവനങ്ങൾ കൊടുക്കാൻ വേണ്ടി എന്താ പറയാ, അതിന് വേണ്ടിയിട്ടുള്ള ജോലിക്കാർ പേഴ്സണൽസ് ഹോസ്പിറ്റലിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഈ പ്ലാനിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട്? ഡിസാസ്റ്റർ ഒക്കെ കഴിയുമ്പോൾ വാട്ട് ഓൾ തിങ്സ് ഹാവ് ടു ബി ഡൺ. ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളിൽ സേവനങ്ങൾ വേണ്ടിവരും? ഒന്ന്, they have to keep the records of the particular influx of casualties. ഇപ്പൊ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം കാഷ്വാലിറ്റീസ്, സാധാരണ ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ട് അല്ലെ? റെക്കോർഡുകളില്ലേ? ഹോസ്പിറ്റൽസിൽ മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടല്ലോ. ഇത് പഠിച്ചില്ല, എന്താ പറയാ, ഡിപ്ലോമയിൽ പഠിച്ചില്ല മെഡിക്കൽ റെക്കോർഡ്സ്. ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അത് ഓൾറെഡി ഉണ്ട് അവിടെ. പക്ഷെ ഈ പറയുന്നത് ഇത് പെട്ടെന്ന് ആക്സിഡന്റലി ഉണ്ടാകുന്ന ഡിസാസ്റ്ററിൽ വരുന്നതാ. അപ്പൊ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റെക്കോർഡ്സ്. മനസ്സിലായോ? ഇത് ഡിസാസ്റ്ററിൽ പെട്ടവരുടെ, ഡിസാസ്റ്റർ ഒക്കേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് അത് വേണ്ടിയിട്ട് പർട്ടിക്കുലർ ഒരു റെക്കോർഡ് വേറെ, അല്ലാണ്ട് മറ്റ് ഹോസ്പിറ്റലിന്റെ റെക്കോർഡുമായിട്ട് ഇത് കുഴച്ച് മാറ്റേണ്ട, മിക്സ് ചെയ്യേണ്ട. സെപ്പറേറ്റ് റെക്കോർഡ് ഷുഡ് ബി കീപ്ഡ്. അപ്പൊ അത് കീപ്പ് ചെയ്യാനുള്ള ഒരു പേഴ്സണൽ, ഒരു ജോലിക്കാരൻ വേണം. ഏതൊക്കെ പേഴ്സണൽസ് വേണമെന്ന് മനസ്സിലായി? ഏതൊക്കെ ജോലിക്കാര് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണം എന്നാണ് ചോദിക്കണേ. ഒന്നാമത്തേത് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ, സെപ്പറേറ്റ് ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യണം ഡിസാസ്റ്ററിനകത്തുള്ള പേഷ്യൻസിന് വേണ്ടി. മനസ്സിലായോ? കണക്ട് ചെയ്ത് പഠിക്കണത് ഒന്നാണോ? റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് പുസ്തകം ഇട്ടല്ലേ 1, 2, 3 നമ്പർ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്. ഹോസ്പിറ്റൽസിൽ റെസ്പോൺസിബിൾ പേഴ്സണൽസ്, അതായത് ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ജോലിക്കാര് ഈ പറയുന്ന താഴെ പറയുന്ന സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ ജോലിക്കാരൻ ആരാ? മെഡിക്കൽ റെക്കോർഡ്സിന് വേണ്ടിയിട്ട്. അതായത് ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ മാത്രം റെക്കോർഡുകൾ, മറ്റുള്ളവരുടെ റെക്കോർഡിന്റെ കൂടെ ഇടാൻ പാടില്ല എന്ന്. മനസ്സിലായോ? യെസ്, ഒന്ന് വേഗം ഒന്ന് തമ്പിട്. ഒന്ന് എന്താ ഡിലേ? കുറച്ച് അധികം പേരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനൊരു എന്താ പറയാ പോസിറ്റീവ് എനർജി കിട്ടുള്ളൂ. പിന്നെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി ഇനി ഈ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്ക് പല കാര്യങ്ങളും അറിയാനൊക്കെ ഉണ്ടായിരിക്കും. പല പേഷ്യൻസിനെ കൊണ്ടുവന്നിരിക്കുന്ന ഇത്തരം ആളുകളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ മറ്റു ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ. അപ്പൊ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളോ അവർക്ക് വേണ്ട ആൻസേഴ്സ് ഒക്കെ കൊടുക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണൽ അതിന് വേണ്ടിയിട്ടുണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസ്, അതായത് ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിൽഡിങ്ങിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഈ പറയുന്ന കാഷ്വാലിറ്റീസിനൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് അവർക്ക് ട്രയേജ് കൊടുക്കാനും ട്രീറ്റ്മെന്റ് കൊടുക്കാനൊക്കെ ഏരിയ വേണ്ടേ. അപ്പൊ അതിനുവേണ്ടി താൽക്കാലികമായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കുകളോ മറ്റൊക്കെ ചെയ്യണമെന്നില്ല, അതിനു വേണ്ടിയുള്ള വിഭാഗം, അതിനും ഒരു ജോലിക്കാരൻ ഉണ്ടായിരിക്കണം. സപ്ലൈസ്, മറ്റു പലതരത്തിലുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ, വസ്തുക്കളായിക്കോട്ടെ, ഡ്രസ്സോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൊടുക്കാനായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള പേഴ്സണൽസ്, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിക്കാരൻ ഉണ്ടായിരിക്കണം. ട്രാൻസ്പോർട്ടേഷൻ, പേഷ്യൻസിനെ അകത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഇനി വേറെ സ്ഥലത്തേക്ക് മാറ്റണോ, ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകണോ അല്ലെങ്കിൽ വാർഡിൽ കൊണ്ടുപോകണം, അങ്ങനെ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവര് ഹോസ്പിറ്റലിനകത്ത് പല പല വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള
ഉത്തരവാദിത്തപ്പെട്ട ജോലിക്കാരനുണ്ടായിരിക്കണം. സെക്യൂരിറ്റി ഈസ് ദ മസ്റ്റ് വൺ അല്ലെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെക്യൂരിറ്റി ആണ്. ഹോസ്പിറ്റൽസിലെ തിക്കും നിരക്കും കട്ട പിടിച്ചു നിൽക്കലും അതുപോലെ തന്നെ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന വഴി മാർഗം തടസ്സമാക്കി നിന്ന് ആൾക്കാര് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഡിസ്റ്റർബൻസ് ആണ്. അത് ഹോസ്പിറ്റലിന്റെ വരാന്തയിലോ പുറത്തോ ഒക്കെ ആണെങ്കിലും അതിനൊക്കെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള പേഴ്സണൽസ് ഉണ്ടായിരിക്കണം. പിന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ സർവീസസ്, പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ മാനേജ് ചെയ്യാനുള്ള ആളുകൾ. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ പ്രത്യേക പേഴ്സണൽസ് വേണമെന്ന് ഹോസ്പിറ്റലിന്റെ ഡിസാസ്റ്റർ പ്ലാനിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അപ്പോയിന്റ് ചെയ്യേണ്ട ചില പേഴ്സണൽസ്, ചില ജോലിക്കാരെയാണ് ഈ പറഞ്ഞിരിക്കുന്ന റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി, എഞ്ചിനീയറിംഗ് മെയിൻ്റനൻസിന് വേണ്ടി, സപ്ലൈ പല സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ സെക്യൂരിറ്റി സിസ്റ്റം, ജനറൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ സർവീസസ്. ക്ലിയർ ആയോ? ഈ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഡിസാസ്റ്റർ പ്ലാനില് ഏതൊക്കെ താഴെ പറയുന്ന സർവീസസിന് വേണ്ട പേഴ്സണൽസ് ആരൊക്കെയാണ് അത് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ആ 7 വരെയുള്ള പോയിന്റുകളൊന്ന് ടിക്കറ്റ് വയ്ക്കാം കേട്ടോ. പറയട്ടെ അടുത്തത്. ഇനി അടുത്ത നേരത്തെ പറഞ്ഞത് ഏതൊക്കെ പേഴ്സണൽസ്, ഏതൊക്കെ ജോലിക്കാരാണ് ഈ താഴെ പറയുന്ന വിഭാഗത്തിലൊക്കെ വേണ്ടതെന്ന്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ല ഏതൊക്കെ വിഭാഗത്തിൽ ജോലിക്കാർ വേണം, മെഡിക്കൽ റെക്കോർഡ്സ് തയ്യാറാക്കാൻ വേണം, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ജോലിക്കാരൻ വേണം, എഞ്ചിനീയറിംഗ് മെയിൻ്റനൻസ് ഒക്കെ നടത്താൻ, സപ്ലൈസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പേഷ്യൻസിനെ, സെക്യൂരിറ്റി, പിന്നെ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കി വെക്കാനുള്ള ഈ പറയുന്ന തൊഴിൽ വിഭാഗത്തിലൊക്കെ ആളുകൾ വേണം താൽക്കാലികമായിട്ട്, ടെമ്പററി ആയിട്ട്. ഓക്കെ, ഇനി സ്പെസിഫിക് ഏരിയാസ് വിച്ച് നീഡ് ടു ബി വിത്തിൻ ദ premises of the hospital. ഹോസ്പിറ്റലിന്റെ പ്രമിസസിനുള്ളിൽ എന്ന് വെച്ചാൽ അതിന്റെ ബൗണ്ടറിക്കുള്ളില് ഈ താഴെ പറയുന്ന ഏതൊക്കെ ഏരിയാസ് അല്ല താഴെ പറയുന്ന ഏരിയാസ് ഒക്കെ വേണം എന്ന് ഇതിന് വേണ്ടിയിട്ട് ഇയർമാർക്ക് എന്ന് പറഞ്ഞാൽ നീക്കി വെക്കുക. താഴെ പറയുന്ന ഏരിയാസ് എല്ലാം തന്നെ ഒരു എന്താ പറയാ ഡിസാസ്റ്ററിന്റെ ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഏതൊക്കെയാണത്? റിസീവിംഗ് ആൻഡ് സോർട്ടിംഗ് ട്രയേജ് ഏരിയ, അതിന് വേണ്ടി സ്ഥലം വേണം. പേഷ്യൻസിനെ സ്വീകരിക്കാനും അതിനെ അവിടെ വെച്ചിട്ട് എന്നിട്ട് സോർട്ട് ചെയ്യാനും, ഏറ്റവും പെട്ടെന്ന് ചികിത്സ കൊടുക്കേണ്ടവരാരാണ്, അത് കഴിഞ്ഞിട്ടുള്ളവർ, അങ്ങനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ വേണം. തീർച്ചയായിട്ടും അതിനുവേണ്ടി വഴി സ്ഥലമൊക്കെ ഒരുക്കി കൊടുക്കണം ഹോസ്പിറ്റൽസ്. ഇങ്ങനെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്ത് അതിൽ ഏറ്റവും പെട്ടെന്ന് ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ ട്രയേജിങ്ങിന് വേണ്ടി ഒരു ഏരിയ കൊടുക്കണം. പിന്നെ ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ, ഒരു ചില ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരും, ഫസ്റ്റ് എയ്ഡ് മാത്രം. അപ്പൊ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഒരു ഏരിയ അതിനും അത് പ്രൊവൈഡ് ചെയ്യണം. ഒക്കെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചോളണം ഹോസ്പിറ്റലിൽ, അത് നമുക്ക് എവിടെയൊക്കെ സ്ഥലം ഒരുക്കാം, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സ്ഥലം വേണം. ഓക്കെ, പിന്നെ ഹോൾഡിംഗ് വാർഡ്, ഇവരെ ചിലപ്പോ അവിടെ മാറ്റി അഡ്മിറ്റ് ചെയ്യുന്ന പോലെ നിർത്തേണ്ടി വരും. സാധാരണ ഹോസ്പിറ്റൽസിലെ അഡ്മിഷൻ വാർഡുകളൊന്നും ചിലപ്പോ ഇവിടെ എന്താ പറയാ എല്ലാം വേക്കന്റ് ആയിരിക്കണമെന്നില്ല. അവിടെയൊക്കെ ചിലപ്പോൾ ഫില്ലായിരിക്കാം. അപ്പൊ പരമാവധി പറ്റാവുന്നവരെയൊക്കെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും, എന്നിട്ടും ബാക്കിയുണ്ട് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരെ ഹോൾഡ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടെമ്പററി ആയിട്ട് താൽക്കാലികമായി താമസിപ്പിക്കാനുള്ള ഒരു ഇത് അത് വാർഡ് പോലെ. പിന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാനും നഴ്സിംഗ് ചെയ്യാനും, അതായത് അവരെ എന്തെങ്കിലുമൊക്കെ മുറിവുകളോ അങ്ങനെയൊക്കെ എന്താ പറയാ ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നഴ്സിംഗ് ചെയ്യാനൊക്കെയുള്ള അതിന് പർട്ടിക്കുലർ ഏരിയ അതും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ മെഡിക്കൽ സ്റ്റോർ, ഫാർമസി, ഹോസ്പിറ്റലിൽ ഓൾറെഡി ഫാർമസി ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ആളുകൾക്ക് മാത്രം മരുന്നുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ താൽക്കാലികമായ ഒരു ഫാർമസി അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ, മനസ്സിലായോ? അത് മെയിൻ ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഈ പറയുന്നതിന്റെ അടുത്ത് ഇവിടെ ഇവരെയൊക്കെ നോക്കുന്ന ഒബ്സർവ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു മെഡിക്കൽ സ്റ്റോർ പോലെ അവിടെ അത് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ ടെമ്പററി മോർഗ് ഫോർ ഡെഡ് ബോഡി സ്റ്റോറേജ്, ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി ആയ ഒരു എന്താ പറയാ മോർച്ചറിനെയാണ് നമ്മൾ മോർഗ് എന്ന് വിളിക്കുക അല്ലെ. മോർഗ് എന്ന് പറയുന്നത് മോർച്ചറിയുടെ മറ്റൊരു പേരല്ലേ? പഠിച്ചിട്ടില്ലേ അത് ഡിപ്ലോമയില്? മോർച്ചറി പഠിച്ചിട്ടുണ്ടോ ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ, പഠിച്ചതാണ്. അപ്പൊ മോർഗ് താൽക്കാലികമായിട്ട് ഒരു മോർച്ചറി, മെയിൻ മോർച്ചറി ഓൾറെഡി ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കാം, പക്ഷെ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ സച്ച് കാഷ്വാലിറ്റീസ്. ഇത്തരം ഡിസാസ്റ്റർ കാഷ്വാലിറ്റീസ് എന്താ പറയാ അതിലും വെച്ചവരെ കിടത്താനായിട്ട് അത്തരം മോർച്ചറി സാധാരണയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരം ഇതുപോലുള്ള എന്താ പറയാ
മോർച്ചറീസ് നമുക്ക് താൽക്കാലികമായിട്ടൊക്കെ മാറ്റാം. ഓക്കെ. ഇനി മാത്രമല്ല ഡീകണ്ടാമിനേഷൻ ഏരിയ, അത് മുക്തമാക്കാനുള്ള ഏരിയ. ചില ആളുകൾ പേഷ്യൻസ് ഒക്കെ പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത. അപ്പൊ അവർക്ക് വേണ്ടി ഉപയോഗിച്ച എക്യുപ്മെന്റുകളോ മറ്റു കാര്യങ്ങളൊക്കെ വേറെ പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ, അത് മുക്തമാക്കാനുള്ള പർട്ടിക്കുലർ അതിനൊരു ഏരിയ. അപ്പൊ ഈ പറയുന്ന സ്പെസിഫിക് ഏരിയാസ് എല്ലാം തന്നെ ഹോസ്പിറ്റൽസിൽ ടക്കേന്ന് അപ്പോഴും അതും റെഡിയാക്കണം. എന്നാലാണ് ഡിസാസ്റ്റർ പ്ലാൻ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമാകുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ പ്രത്യേകം ഏരിയ ആണ്. ഹോസ്പിറ്റൽ പ്രെമിസസിനകത്ത് മാറ്റി വെക്കേണ്ട ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ഏരിയ മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? സ്പെസിഫിക് ഏരിയ നീഡ് ടു ബി ഇയർമാർക്ക്ഡ് within or around the hospital premises are the following. ഓക്കെ, ആ ഏതൊക്കെയാണെന്നൊന്ന് അണ്ടർലൈൻ ചെയ്ത് പിടിച്ചു വെച്ചേക്കും. ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ. ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് അടുത്തത്. ഹെഡ് ക്വാർട്ടർ കേട്ടല്ലോ. ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ. ഡിസാസ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് ക്വാർട്ടേഴ്സിന് വേണ്ടി ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ, ഒരു പ്രത്യേകം മാറ്റി വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. അതാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഡിസാസ്റ്റർ പ്ലാനിന്റെ ഹെഡ് ക്വാർട്ടർ അവിടെ ചെന്നിട്ടാണ് പല കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു കൺട്രോൾ റൂം, അതിന്റെ ഒരു കൺട്രോൾ റൂം ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഹെഡ് ക്വാർട്ടേഴ്സും ഡിസാസ്റ്റർ ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സും അതിന്റെ കൺട്രോൾ റൂമും എന്തായാലും തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കണം ഡിസാസ്റ്റർ പ്ലാനിൽ. അതിന് എന്താ പറയാ, ഒരു പ്രിഫറബിളി ഒരു സ്യൂട്ടബിൾ പ്ലേസ്, അനുയോജ്യമായ സ്ഥലം ഏതാണെന്ന് അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. അവരുടെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും റൂംസ് ഒക്കെ വെക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഏതെങ്കിലും പേഷ്യൻസിന് മാറ്റാൻ പറ്റുന്ന റൂം മാത്രമായിട്ട് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ വെക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ റൂമുകൾ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ടെമ്പററി ഷെൽട്ടർ ക്യാൻ ബി ഓൾസോ ഇറക്റ്റഡ്. ഒരു താൽക്കാലികമായ ഒരു ഷെൽട്ടർ പോലെ, ഒരു ടെന്റ് പോലെയൊക്കെ എന്ത് ചെയ്യാം, ഇറക്റ്റ് ചെയ്യാം, ഇത് പണിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താ പറയാ, കൃത്യമായ ഒരു അടുത്തുള്ള സ്ഥലത്ത്, ഈ ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്ന സ്ഥലത്തിന്റെ ഏകദേശം അടുത്തായിട്ട് നമുക്ക് ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു കൺട്രോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? അത് ഏത് രീതിയിലും ആകാം എന്നാണ് പറഞ്ഞേക്കണത്. എങ്ങനെ വേണമെങ്കിലും ആകാം. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉള്ളിലാകാം, അതല്ലെങ്കിൽ അവിടെ വെക്കേറ്റ് ചെയ്യിപ്പിച്ച് ഏതെങ്കിലും റൂം വെക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനകത്താകാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ടെമ്പററി ആയിട്ടൊരു ഷെൽട്ടർ നമുക്ക് പണിയാം. വലിയ വിഷയം ഇതൊക്കെ വെച്ചിട്ട് പണിയാറ്റല്ല, അതൊക്കെ പണിയുമ്പോൾ കുറെ സമയം എടുക്കും. താൽക്കാലികമായിട്ടല്ലേ, പെട്ടെന്ന് റെക്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളൊക്കെ പിന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അത് കൊണ്ടുവന്ന് അത് ആക്കിയിട്ട് അവർക്ക് വെയിലോ മഴയോ ഒക്കെ ഒന്നും കൊള്ളാതിരിക്കാനായിട്ടുള്ള ഒരു ഇത് പ്രൊവൈഡ് ചെയ്യാം. മനസ്സിലായോ? ഇനി കൺട്രോൾ റൂം ഷുഡ് ബി സിറ്റുവേറ്റഡ് നിയർ ദ എക്സിസ്റ്റിംഗ് അഡ്മിഷൻ ആൻഡ് ഓൾസോ രജിസ്ട്രേഷൻ പോയിന്റ് ഫോർ പേഷ്യൻസ്. ഈ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുവരുമ്പോ ഈ താൽക്കാലികമായിട്ട് ആണ് ഇവർക്ക് വേണ്ടിയിട്ട് റെക്കോർഡൊക്കെ തയ്യാറാക്കണം. അപ്പൊ അവിടെ ഒരു രജിസ്ട്രേഷൻ പോയിന്റ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽസിന്റെ മെയിൻ ആയിട്ടുള്ള നമ്മളുടെ രജിസ്ട്രേഷൻ പോയിന്റ് കൂടാതെ ഇത്തരം പേഷ്യൻസിനെ മാത്രം കൊണ്ടുവരാനുള്ള രജിസ്ട്രേഷൻ പോയിന്റിലാണ് റെക്കോർഡൊക്കെ വെച്ചിട്ടിരിക്കുക. അതിനുവേണ്ടി ഒരു പേഴ്സണൽ ഉണ്ടായിരിക്കും, ജോലിക്കാരൻ. അപ്പൊ അവിടെ കൊണ്ടുവരുന്ന ആ പേഷ്യൻസിന് എക്സിസ്റ്റിംഗ് അഡ്മിഷൻ പോയിന്റില്, രജിസ്ട്രേഷൻ പോയിന്റില് പേഷ്യൻസിന്റെ പേര് വിവരങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ രജിസ്ട്രേഷൻ പോയിന്റ് അവിടെ എന്തായാലും ഉണ്ടായിരിക്കണം. ഇവിടെയാണ് ഫസ്റ്റ് സോർട്ടിംഗ് ഓഫ് കാഷ്വാലിറ്റീസ്. ഈ സ്ഥലത്ത് വെച്ചിട്ട് പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ സോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലവും ഇതിന്റെ അടുത്ത് തന്നെയാണ്. എവിടെ? ഈ കൺട്രോൾ റൂമിന്റെ അടുത്തുള്ള സ്ഥലത്തായിരിക്കും. ഓക്കെ, ഇനി എന്തൊക്കെ ഒഫീഷ്യൽസിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്പേസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നോക്കിയ സഫീഷ്യന്റ് സ്പേസ് ഷുഡ് ബി അലോക്കേറ്റഡ് ഫോർ ഫോളോയിങ് ഒഫീഷ്യൽസ്. ഏതൊക്കെ ജോലിക്കാർക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയിട്ടുണ്ടായിരിക്കണം? ഈ പറയുന്ന ജോലിക്കാർക്ക് എല്ലാം കൃത്യമായ സ്ഥലം, അനുയോജ്യമായ സ്ഥലം പ്രൊവൈഡ് ചെയ്തിരിക്കണം. മെഡിക്കൽ ഡയറക്ടർ, administrative chief, stores and supply officer,
communication officer, public relations officer, PRO, transportation officer, hospital keeping. As a hospital housekeeping department, sanitization officer, and security control officer, nursing officer. ഇവർക്ക് എല്ലാവർക്കും പ്രത്യേക സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഈ ഒഫീഷ്യൽസിന് മനസ്സിലായോ? നിങ്ങൾ അറിഞ്ഞിരിക്കാൻ മതി ഏതൊക്കെ ഒഫീഷ്യൽസിനാണ് സഫീഷ്യന്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രത്യേകം സ്ഥലം ഒരുക്കേണ്ടത്. ഒന്നുകൂടി പറയാം: മെഡിക്കൽ ഡയറക്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ്, സ്റ്റോർസ് ആൻഡ് സപ്ലൈ ഓഫീസർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസർ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, transportation officer, hospital keeping and sanitization officer, security control officer, nursing officer. Clear ayo? മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ടിക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ. ഇനി അടുത്തത് എന്താ? ഇഷ്യൂയിങ് എ ഡിസാസ്റ്റർ അലർട്ട്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഷ്യൂയിങ് എ ഡിസാസ്റ്റർ അലർട്ട്. ഇനി എങ്ങനെയാണ് ഒരു ഡിസാസ്റ്ററിന്റെ ജാഗ്രത അറിയിക്കുന്നത്? നമുക്കറിയാം, എന്താ പറയാ, നമുക്ക് മറ്റുള്ളവരെ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി അതിന് വേണ്ടി ജാഗ്രത പാലിക്കണം എന്നൊക്കെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അല്ലെ, അത് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ബൈ എവ്രിവൺ. എല്ലാവരും കൃത്യമായിട്ട് അറിയുന്ന രീതിയിലായിരിക്കണം. Yes, the method of alerting everyone. നമ്മളുടെ ഈ എന്താ പറയാ ഡിസാസ്റ്ററിനെ സംബന്ധിച്ചുള്ള ഒരു അലേർട്ട് ആർക്കും കൊടുക്കണ്ടേ? So when it is given, it should be easily understandable by everyone. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ, ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കൃത്യമായും വ്യക്തമായിട്ടും ആളുകളെ അലേർട്ട് ചെയ്യണം. അല്ലാണ്ട് ഒരു അലേർട്ട് അല്ലെങ്കിൽ ഒരു വാർണിംഗ് ഇതുപോലുള്ള കൊടുക്കുമ്പോൾ ആളുകളെ കൂടുതൽ ഭയഭീതിയിലാക്കാതെ, അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആളുകൾ ടെൻഷനായി പാനിക്കായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പല ഡിസ്റ്റർബൻസുകളും ഉണ്ടാകും. അത് ഇല്ലാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് അത്തരം എമർജൻസീസ് ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ബൈ ഈച്ച് ആൻഡ് എവരിവൺ. എല്ലാവരും കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ഷോർട്ട് ആൻഡ് ക്രിസ്പ് ടെലഫോണിക് മെസ്സേജ് ഫ്രം ദ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിലെ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ ആണ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ടെലഫോണില് പ്രവർത്തിക്കുന്നതാണ്. അങ്ങോട്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻ ഹോസ്പിറ്റലിലേക്ക് എന്താ പറയാ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വാർത്ത ആളുകളെ ഹോസ്പിറ്റലിലെ മറ്റ് പേഴ്സണൽസിലേക്ക്, മറ്റ് ജോലിക്കാരിലേക്ക് എത്തിക്കണ്ടേ? എല്ലാവരും അവരവരുടെ ജോലിയില് ഡിപ്പാർട്ട്മെന്റുകളിലോ നഴ്സസ് ആണെങ്കിൽ അവരവരുടെ ജോലിയിലോ ഒക്കെ ആയിരിക്കും, അവർ എൻഗേജ്ഡ് ആയിരിക്കും. സോ we have to provide such an emergency alert. അങ്ങനെ ഒരു എമർജൻസി അലർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് കൊടുക്കേണ്ടത് സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ ആണ്. ഈ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ വളരെ ഷോർട്ട് ചുരുങ്ങിയ സെന്റൻസുകളിലും അതുപോലെ നല്ല ക്രിസ്പ് എന്ന് പറഞ്ഞാൽ എന്താ വ്യക്തമായിട്ട്, അതായത് ഒരു വേർഡ് നമുക്ക് കൺഫ്യൂസ്ഡ് ആകാതെ എന്താണോ പറഞ്ഞ വാക്ക് മനസ്സിലായില്ലല്ലോ അങ്ങനെ വരാൻ പാടില്ല. അതാണ് പറഞ്ഞത്, നല്ല നല്ല കൃത്യമായ രീതിയിലുള്ള വാക്കുമാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഡിസാസ്റ്റർ അലേർട്ടിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് വേണ്ടി അവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, വളരെ ഷോർട്ട് ആൻഡ് വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു ടെലഫോണിക് ഒരു ഡിസാസ്റ്റർ അലേർട്ട് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് എ ഡിസാസ്റ്റർ അലേർട്ട്. ഐ റിപ്പീറ്റ്, ദിസ് ഈസ് എ ഡിസാസ്റ്റർ അലേർട്ട്. അതായത് ഇതൊരു ഡിസാസ്റ്റർ അലേർട്ട് ആണ്, ജാഗ്രതയാണ്, ദുരന്ത ജാഗ്രതയാണ്. വീണ്ടും അയാൾ പറയാണ്, ഐ റിപ്പീറ്റ്, ഞാൻ അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, ഇതൊരു ഡിസാസ്റ്റർ അലേർട്ട് ആണ്. ഐ ഹാവ് ബീൻ ഡിറക്റ്റഡ് ബൈ ദ ഡയറക്ടർ
ഓർ ചെയർമാൻ ഓർ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. അതായത് ആൾക്ക് ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്, ഒരു ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ജാഗ്രത അറിയിക്കാനായിട്ട് എന്നോട് പറഞ്ഞത് ആരാവാം? ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ആകാം, അല്ലെങ്കിൽ ചെയർമാൻ ആകാം, അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആകാം. ടു ഇൻഫോം യു ദാറ്റ് ഡ്യൂ ടു ദ occurrence of an earthquake at, അതായത് ഞങ്ങൾ എന്നോട് ഇവര് അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എർത്ത് ഉണ്ടായതിന്റെ ഫലമായിട്ട് ആ സ്ഥലം പറയാം, എവിടെയാണ് എർത്ത് ഉണ്ടായെന്ന് മെൻഷൻ ചെയ്യുന്ന പ്ലേസ് നമ്മൾ മെൻഷൻ ചെയ്യാം, അതെവിടെയാണ് നടന്നിരുന്നത്. The hospital's disaster plan is likely to be activated. അതുകൊണ്ട് ഈ ഒരു ഇൻഫോർമേഷൻ അനുസരിച്ച് ഹോസ്പിറ്റലിന്റെ ഡിസാസ്റ്റർ പ്ലാനിലുള്ള എല്ലാവരും പെട്ടെന്ന് ആക്റ്റീവ് ആകണം. പ്ലീസ് ബി പ്രിപ്പയർഡ്. എല്ലാവരും ഒരുങ്ങിയിരിക്കുക. കണ്ടോ, ഇതാണ് ഒരു ഡിസാസ്റ്ററിനെ സംബന്ധിക്കുന്ന ഒരു അലേർട്ട് സന്ദേശം കൊടുക്കുന്നത്. അത് ഷോർട്ട് ആയിരിക്കണം, ക്രിസ്പ് ആയിരിക്കണം. ആരിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ ആണ്, എവിടെയാണ് ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടായത് എന്നൊക്കെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ആള് ആ ഒരു ടെലിഫോണിലൂടെ പറയണം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കണത്. ക്ലിയർ? മനസ്സിലായോ? ഡബിൾ ഇൻവേർട്ടർ കോമയിൽ കൊടുത്തിരിക്കുന്നത് മുഴുവനും ആ ഒരു മെസ്സേജ് ആണ്, മീൻസ് ഒരു അലർട്ട് ആണ് ഡിസാസ്റ്ററിന്റെ. വായിച്ചു നോക്കിയത്. വായിച്ചോ? So after receiving such an alert message, ഇങ്ങനെ ഒരു alert message കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാ, ഓരോ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഹെഡ് ഓഫ് ഡിപ് യൂണിറ്റ്സ്, ഓരോ യൂണിറ്റിന്റെയും ഹെഡിലേക്ക് ഈ പറയുന്ന എന്താ പറയാ സന്ദേശങ്ങളൊക്കെ എത്തുമല്ലോ. അപ്പൊ ഹെഡ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് ഓരോ എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കൊടുക്കുന്നവർക്കായിക്കോട്ടെ, മറ്റു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളിലായിക്കോട്ടെ, ഈ ഒരു സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അലോട്ട് ആയിരിക്കണം. എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഈ പറയുന്ന പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു റോസ്റ്റർ ഓഫ് സച്ച് പേഴ്സണൽ, ആരൊക്കെയാണ് ജോലി അതിനകത്ത് വരേണ്ടത്, അതിന്റെ ഒരു റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ്, ആരൊക്കെയാണ് ഓരോ ഡ്യൂട്ടീസ് ഏറ്റെടുത്തിരിക്കുന്നത്, അത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ദേ ഷുഡ് ബി റെഡി, മെയ്ഡ് അവൈലബിൾ. പെട്ടെന്ന് ഇവരെയൊക്കെ പെട്ടെന്ന് സ്വിച്ച് ബോർഡ് ഓപ്പറേറ്ററിന്റെ എന്താ പറയാ അടുത്ത്, അല്ലെങ്കിൽ ആ പറയുന്ന സന്ദേശം കിട്ടിക്കഴിയുമ്പോൾ അതനുസരിച്ച് എല്ലാവരും തന്നെ തയ്യാറാകാനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം പറഞ്ഞത്. അലേർട്ട് ഇതെല്ലാം, അതായത് നമ്മുടെ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആയിക്കോട്ടെ, ഹോസ്പിറ്റലിന്റെ ഹെഡ് ഓഫ് ദ യൂണിറ്റ്സ് ആയിക്കോട്ടെ, അവരെല്ലാവരും പെട്ടെന്ന് അവിടേക്ക് എവിടേക്കാണ് അറിയിക്കേണ്ടത് അത് മറ്റുള്ളവരിലേക്ക് വേഗം എത്തിക്കുക, പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആക്കുക. അതാണ് പറഞ്ഞത് ഈ സ്റ്റേജിൽ ഈ അലേർട്ട് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ. മറ്റ് പറയാനുള്ളത് ഡയറക്ടർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഇവര് എന്തായാലും ഷുഡ് ബി അവൈലബിൾ അറ്റ് ടെലിഫോൺ അറ്റ് ഓൾ ടൈംസ്. ഇവര് എന്തായാലും ഹോസ്പിറ്റൽസിന്റെ ഇത്തരം ഡിസാസ്റ്ററിന്റെ അലേർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഇവരെ ടെലിഫോണിൽ വിളിച്ചിട്ടുണ്ട്. ആരെയാണ് കിട്ടേണ്ടത്? നിർബന്ധമായിട്ടും കിട്ടേണ്ടത് ഡയറക്ടർ ഓർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ആരെങ്കിലും എന്തായാലും നിർബന്ധമായിട്ട് കിട്ടണം. ഇനി if there is a paging system, radio paging system in the hospital, they can also use this system to communicate. ഈ ഒരു റേഡിയോ പേജിംഗ് സിസ്റ്റം ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണല്ലേ. റേഡിയോ പേജിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമുക്ക് സന്ദേശം അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങോട്ടേക്ക് പറയാം, ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കാര്യം അറിയിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ പോലീസസിന്റെ ഒക്കെ കയ്യിൽ ഉണ്ട് അല്ലെ, ഇങ്ങനെ പറഞ്ഞിട്ട് ഓവർ എന്നൊക്കെ പറയുന്നത്, അതുപോലത്തെ ഒരു പേജ് ഒരു സിസ്റ്റമാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? എവിടെയെങ്കിലൊക്കെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. ഒരു കാര്യം, ഒരു സന്ദേശം അപ്പുറത്തിരിക്കുന്ന ആളുകളെ അറിയിക്കുന്നു, വേറെ വിശേഷങ്ങളൊന്നുമല്ല, കറക്റ്റ് ആ കാര്യം പറയുന്നു. അപ്പൊ ഇങ്ങനത്തെ റേഡിയോ പേജിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിന് അത് ഉപയോഗിക്കാം. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഈ സന്ദേശം അങ്ങോട്ട് അയക്കാൻ വേണ്ടി. അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്.
റെസിപ്പിയന്റ് എന്തെങ്കിലും പറയാനുണ്ടോ? അതൊന്നും നമുക്കിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവർ റേഡിയോ പേജിംഗ് സിസ്റ്റം ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആണെങ്കിൽ ഇൻഫർമേഷൻ വുഡ് ബി ഡിസമിനേറ്റഡ് ത്രൂ ദി സിസ്റ്റം. ആ സിസ്റ്റം ഉപയോഗിച്ച് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. The director or hospital administrator should be available on telephone at all times. The hospital has a radio paging system. The information could be disseminated through the system. Information ഈ സിസ്റ്റം വഴിയും അവർക്ക് എന്താ പറയാ ആളുകളിലേക്ക് എത്തിക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? അണ്ടർലൈൻ ചെയ്തോ? യെസ്. ഇനി the disaster alert is to be used to make a provision for. ഡിസാസ്റ്റർ അലേർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ പിന്നെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, halting of routine surgeries, conclusion of surgeries going on and transfer of such operative cases elsewhere. എന്ത് ചെയ്യണം? അപ്പൊ സാധാരണ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നേരത്തെ കുട്ടി വെക്കും, നാളെ ഇന്ന ആളുടെ സർജറി, ഇന്ന ആളുടെ സർജറി. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിന് അവർക്ക് സർജറീസ് ഓൾറെഡി ഉണ്ടെങ്കിൽ അവരതിങ്ങനെ ഓരോ ദിവസത്തേക്ക് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തൊരു ചാർട്ട് പോലെ ഉണ്ടാക്കി വെക്കും, ഇല്ലേ? അങ്ങനെ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അല്ലാണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സിഡന്റിൽ വരുന്ന ഓപ്പറേഷൻസ് അല്ലാതെ റുട്ടീൻ സർജറീസ് അവർക്ക് ഉണ്ടാവും. റുട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെയിലി ഉണ്ടാകുന്ന സർജറീസ്. ഇപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ, ഇപ്പൊ എന്താ പറയാ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അല്ലെ, ഇപ്പൊ ചില ആളുകൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഡേറ്റ് ആകുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആകും. ചില ആളുകൾ നോർമലി അവര് എന്താ പറയാ ഡെലിവറി നടക്കും, അതല്ലാത്തവർക്ക് ചിലപ്പോൾ ഓപ്പറേഷൻസ് വേണ്ടി വരും, സർജറി വേണ്ടി വരും. അപ്പൊ ആ സർജറീസ് ഒക്കെ അവരിങ്ങനെ ഒരു ടൈം ഇട്ടോ അല്ലെങ്കിൽ ദിവസം ഡേറ്റ് ഇട്ടോ ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇൻ കേസ് ഓഫ് ഡിസാസ്റ്റർ അലേർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്തരം റൂട്ടീൻ സർജറീസ് എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്യണം, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. എന്നുവെച്ചാൽ ആ റുട്ടീൻ സർജറീനെ തൽക്കാലം അവിടെ നിർത്ത്. അതപ്പോ ചെയ്യാൻ പറ്റില്ല. ആക്സിഡന്റിൽ ഉണ്ടാകുന്ന പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടത് നിർത്തിവെക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ അവര് നേരത്തെ അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇന്ന ദിവസം ഇന്ന ഓപ്പറേഷൻസ് നടത്തുന്നത്. അങ്ങനെ ആ സമയത്താണ് പെട്ടെന്ന് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി ഒരുപാട് കാഷ്വാലിറ്റീസിനെ കൊണ്ടുവരുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഫർദർ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന സർജറി ഉണ്ടെങ്കിലേ ഹോൾട്ട് ചെയ്യണമെന്ന് മനസ്സിലായി. ഹോൾട്ടിംഗ് മീൻസ് സ്റ്റോപ്പ്, തൽക്കാലത്തേക്ക് നിർത്തി വെക്കുക. ഇനി ഏതെങ്കിലും സർജറി ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സർജറിയിലായിരുന്നു പേഷ്യൻസ്, ഈ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ഡിസാസ്റ്ററിന്റെ അലേർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് ചില ഡോക്ടേഴ്സ് ഓൾറെഡി എൻഗേജ് ഇൻ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സർജറിയൊക്കെ സമയം എടുക്കും, ഒരു മണിക്കൂറോ ഒരു ദിവസം എടുക്കുന്ന സർജറീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ കൺക്ലൂഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് അത് തീർക്കണം, ലാഗ് ചെയ്യിപ്പിക്കാതെ പെട്ടെന്ന് ചെയ്യണം. മനസ്സിലായോ? അവിടെ പകുതിക്ക് പോണോന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. once again ഒരു കാര്യം പറയുക, ട്രാൻസ്ഫർ ഓഫ് സച്ച് പോസ്റ്റ് ഓപ്പറേറ്റീവ് കേസസ് elsewhere. ഇനി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവര് വേഗം തന്നെ അവിടുന്ന് ഓപ്പറേഷൻ ചെയ്തതിനെ പെട്ടെന്ന് മാറ്റി അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കൊക്കെ എവിടേക്കാന്ന് വെച്ചാൽ സൗകര്യം പോലെ മാറ്റുക. കാരണം ഇവിടെ ഈ കൊണ്ടുവരുന്ന പേഷ്യൻസിലും ചിലപ്പോ പെട്ടെന്ന് സർജറി ചെയ്യേണ്ട ആളുകൾ ഉണ്ടായിരുന്നു. അത് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞേക്കണേ. അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടത്? ഏതെങ്കിലും റുട്ടീൻ സർജറീസ് നടക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക. കൺക്ലൂഷൻ ഓഫ് സർജറീസ് ഗോയിങ് ഓൺ, നടന്നുകൊണ്ടിരിക്കുന്ന സർജറീസ് പെട്ടെന്ന് എന്താ പറയാ വേഗമാക്കുക, സ്പീഡാക്കുക. പിന്നെ ട്രാൻസ്ഫർ ഓഫ് സച്ച് പോസ്റ്റ് ഓപ്പറേഷൻസ്, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കേസസ് ആണെങ്കിൽ അത് elsewhere എവിടെയെങ്കിലും മാറ്റുക. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ക്ലിയർ? നെക്സ്റ്റ് വൺ, ക്ലിയറിംഗ് ഓഫ് സർജിക്കൽ വാർഡ്സ്. ഇനി സർജറി കഴിഞ്ഞിട്ടുള്ള ആളെ കൊണ്ടുപോകുന്ന വാർഡുണ്ടല്ലോ, അതുപോലെ വാർഡുകള്
മറ്റു വാർഡുകളൊക്കെ ഇനി അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ, പിന്നെ മാത്രമല്ല നമുക്കിങ്ങനെ ഒരാളുടെ സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ പെട്ടെന്ന് ക്ലിയർ ഓഫ് ചെയ്യാം. മനസ്സിലായോ? വാർഡുകൾ ക്ലിയർ ചെയ്യാം. വാർഡുകളിൽ ഇത്തരം പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സർജറി വേണ്ടവരോ അല്ലെങ്കിൽ ഇനി അർജന്റ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണ്ടാത്തവരോ ഒക്കെ ആണെങ്കിൽ അത്തരം ആളുകളൊക്കെ പെട്ടെന്ന് വാർഡുകളിൽ നിന്ന് ക്ലീൻ ചെയ്ത് മാറ്റുക. മൂവ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിന് മൂവ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. Then establishing additional emergency bed. അഡീഷണൽ ആയിട്ട് കുറച്ച് എമർജൻസി ബെഡുകൾ പെട്ടെന്ന് ഒരുക്കുക. എവിടെയൊക്കെയാണ് സ്ഥലം, ആവശ്യമുള്ള സ്ഥലത്തൊക്കെ എമർജൻസി ബെഡുകൾ സ്ഥാപിക്കുക. കാരണം ഇങ്ങനെ കൊണ്ടുവരുന്നവരെ പെട്ടെന്ന് ചിലപ്പോൾ അവിടെ കിടത്തേണ്ടി വരും. അടുത്ത സെറ്റിംഗ് അപ്പ് ഓഫ് ആൻ ഇൻഫോർമേഷൻ സെന്റർ. പെട്ടെന്ന് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഒരു ഇൻഫോർമേഷൻ സെന്റർ അവിടെ സ്ഥാപിക്കണം. ആളുകൾക്ക് പല കാര്യങ്ങളും വന്ന് ചോദിച്ചറിയാനൊക്കെ ഉണ്ടാവുമല്ലോ, അതിനുവേണ്ടി ഒരു ഇൻഫോർമേഷൻ സെന്റർ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്. പിന്നെ ചെക്കിംഗ് ഓഫ് സ്റ്റോർസ് ആൻഡ് സപ്ലൈസ്. ഇവർക്ക് കൊടുക്കേണ്ട എന്താ പറയാ വസ്തുക്കൾ. ഇപ്പൊ ഈ ഡിസാസ്റ്ററിൽ വരുന്ന പേഷ്യൻസിനൊക്കെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു അവിടെ കൊണ്ടുവന്നൊക്കെ കിടത്തി, അപ്പൊ അവർക്ക് അത്യാവശ്യം വേണ്ട ചില സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അവരുടെ കയ്യിൽ വേറെ ഡ്രസ്സ് ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് മെഡിസിൻസ് അവർ കഴിച്ചുകൊണ്ടിരുന്നതൊക്കെ ഉണ്ടായിരിക്കും, അതൊന്നും എടുക്കാൻ പറ്റില്ല, അതൊക്കെ പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ എസെൻഷ്യൽ ആയിട്ട് യൂസ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അത്യാവശ്യം വേണ്ടത്, അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡിസാസ്റ്റർ അലേർട്ടില് നടത്തേണ്ട ചില പ്രൊവിഷൻസ്. ക്ലിയർ ആയോ? ഇതൊക്കെ ഡിസാസ്റ്ററിന്റെ സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ്, സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി വെക്കണം. ഓക്കെ, ആ ഒരു പോയിന്റും അതിന്റെ ഹെഡിങ്ങും അതിന്റെ പോയിന്റ്സ് 5 ടിക്കറ്റ് വെച്ചേ, അത് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ പ്രൊവിഷൻസ് ആർ ടു ബി മെയ്ഡ് അറ്റ് ഡിസാസ്റ്റർ അലേർട്ട്. ഡിസാസ്റ്റർ അലേർട്ടില് എന്തൊക്കെ പ്രൊവിഷൻസ് നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. 5 പോയിന്റ് അണ്ടർലൈൻ ചെയ്യോ ടിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കിയാൽ എന്നിട്ട് ആ പോയിന്റ്സ്. വായിച്ചോ? ഓക്കെ, സോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ടോപ്പിക് തുടങ്ങി അടുത്ത ദിവസം എടുക്കാം. ആക്ടിവേഷൻ ഓഫ് ഡിസാസ്റ്റർ പ്ലാൻ. ഇനി ഡിസാസ്റ്റർ പ്ലാൻ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അടുത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. അത് അടുത്ത ദിവസം ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മളിന്ന് എടുത്ത ടോപ്പിക് തുടങ്ങി. നമ്മളിന്ന് ഡിസാസ്റ്റർ പ്ലാനിലെ ആ പോയിന്റുകൾ തുടങ്ങിയാണ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയാണ് പറഞ്ഞത്. ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ പറഞ്ഞു, അതിനകത്ത് കീപ്പ് ചെയ്യേണ്ട പ്രധാനമായിട്ടും വേണ്ട ചില എന്താ പറയാ പേഴ്സണൽസ്, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോലിക്കാര് ഏതൊക്കെ മേഖലയിൽ വേണം, റെക്കോർഡുകൾ നോക്കാനോ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഏതൊക്കെ സ്പെസിഫിക് ഏരിയാസ് പ്രൊവൈഡ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള ഹോസ്പിറ്റലിന്റെ പ്രെമിസസിലെ ഏരിയ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കണം, അതിനുള്ള സൗകര്യങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഡിസാസ്റ്റർ പ്ലാന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, പിന്നെ ഏതൊക്കെ ഒഫീഷ്യൽസിന് ഇരിക്കാനുള്ള ഏരിയാസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഇഷ്യൂയിങ് ഓഫ് ഡിസാസ്റ്റർ അലേർട്ട്. ഡിസാസ്റ്റർ അലേർട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ഡിസാസ്റ്റർ അലേർട്ടിൽ ഉണ്ടായിരിക്കേണ്ട ചില പ്രൊവിഷൻസ്. ഇത്രയാണ് നമ്മൾ എടുത്തത്. അപ്പൊ നിങ്ങൾ അതൊക്കെ വായിച്ചിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, സോ സീ യു. താങ്ക് യു. ബൈ.